ഇന്ന് ഓണായതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒക്കെ സെറ്റായിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ നോക്കുകയാണ്. അങ്ങനെ ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ഇരിങ്ങണ്ടൂർ അമ്പലത്തിലേക്ക് പോകുന്നത്. അമ്പലത്തിലെത്തിയപ്പോഴാണ് മനസ്സിലായത് നല്ല രീതിയിൽ ആൾക്കാരുണ്ട്. ഓണായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. അങ്ങനെ ചന്ദനമൊക്കെ വാങ്ങിയിട്ട് കുറച്ചേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇത് കണ്ടില്ലേ പൂവിട്ടത് അടിപൊളിയല്ലേ. ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ചായ കുടിക്കാവുന്നതാണ്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് നല്ല അതായത് ചൂട് ഇഡ്ഡലിയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു ഗൈസ്. ഇത് ഡേ 2 ആണ് ഗൈസ്. അന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളുള്ളത് വയനാട്ടിലൊരു റിസോർട്ടിലാണ്. അപ്പോൾ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ മൈസൂരേക്ക് പോവാണ്. ഇത് തികച്ചും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു പ്ലാൻഡ് അല്ലാത്തൊരു ട്രിപ്പാണ്. ഓക്കെ, നമ്മൾ വയനാട്ടിൽ നിന്ന് നേരെ നമ്മൾ മുക്തങ്ങ ഫോറസ്റ്റ് കാണാൻ വേണ്ടി പോയതാണ്. അങ്ങനെ അതുവഴി നമ്മൾ മൈസൂരേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. കേരള ഹോട്ടലിൽ നിന്ന് എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ തലശ്ശേരി ദം ബിരിയാണി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഉള്ളിൽ കയറിയപ്പോൾ മനസ്സിലായി ഇത് മലയാളീസേ അല്ല എന്ന്. ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇപ്പോൾ നമ്മുടെ മൈസൂർ പാലസിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു മൈസൂർ പാലസിൽ എത്തിയ സമയത്താണ് മനസ്സിലായത് നമ്മൾ നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് കൊടുക്കുന്ന ടൈം കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സെക്യൂരിറ്റീസിനോട് കുറച്ച് നേരം സംസാരിച്ച സമയത്ത് അവർ കുറച്ച് നേരം കയറി കണ്ടോന്ന് പറഞ്ഞു. ഈ ഒരു രീതിയിൽ എങ്ങനെയൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഈ ഒരു പാലസിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ്, നല്ല രസമാണ് ഇത് കാണാനായിട്ട്. അവിടെ നമ്മൾ എത്തിയപ്പോൾ തന്നെ മനസ്സിലായത് കൂടുതലും അവിടെ മലയാളീസ് തന്നെയാണുള്ളത്. കുറച്ച് നേരം അവിടെ ഇരുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ വൃന്ദാവൻ ഗാർഡനിലേക്ക് പോകുക എന്നതാണ്. അങ്ങനെ നമ്മൾ വൃന്ദാവൻ ഗാർഡനിൽ എത്തിയ സമയത്താണ് മനസ്സിലായത് ഇവിടെ നല്ല തിരക്കാണ്. ചെറിയ ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ ഒരു സമയമാണ് ഇവിടെ. അവിടെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ മലയാളീസിൻ്റെ ഹോട്ടലിൽ കണ്ടപ്പോൾ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇനി നമ്മൾ പരിപാടി എന്ന് വെച്ചാൽ വീരാജ്പേട്ട് വഴി നമ്മൾ നേരെ ഇരിട്ടി ആ റൂട്ട് പിടിക്കാവുന്നതാണ്. ഈ ഒരു ഫോറസ്റ്റ് വഴിയുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ നല്ലൊരു വൈബാണ്. നമ്മൾ പോകുന്ന സ്ഥലത്ത് നല്ല രീതിയിൽ കോട ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഫുള്ളൊരു മൂടി കിടക്കുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ.